ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ ഞാൻ തെറ്റാണോ അവർ നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ആരാധകരെ കണ്ട ഞാൻ അവളോട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കാന്ന് വെച്ചാ എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ എനിക്കൊരു ടച്ച്, ഒരേ ഒരു ടച്ച്. നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. നമസ്കാരം ബോസ്. എന്തു പറഞ്ഞു? ആട്ടി പിടിച്ചാ ജാടിയാണാ? എത്ര പറഞ്ഞാലും ഒരു നാണം അതുമില്ല. പറഞ്ഞു എനിക്ക് നാണം വരല്ലോ. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. ആറാട്ടെണ്ണൻ ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന പ്രശ്നമുള്ളൂ. ഹേമ കമ്മിറ്റിയിൽ നടന്നു പുറത്തു വന്നിട്ടില്ല. ആറാട്ടെണ്ണൻ നടിമാർക്കെല്ലാം ഷെയ്ക്കാൻഡ് കൊടുക്കും. പക്ഷെ നടിമാർക്ക് കൊടുക്കുന്നത് മാത്രമേ മീഡിയയിൽ വരുള്ളൂ. ഹേമ കമ്മിറ്റിയിൽ ഓരോ ഇക്കന്മാർ കാണിക്കുന്ന മീഡിയയിൽ അറിയാമല്ലോ. ആറാട്ടൻ പറയുമ്പോ പ്രശ്നവും. ഇവന് കുറച്ച് ഗുണ്ടകളുണ്ട്. ഗുണ്ടായിസലും കാണിക്കുന്ന എന്റെ ഗുണ്ടാക്കുരു ഉണ്ടായിരുന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തരാം. നിന്റെ ഉണ്ട കുഞ്ഞമ്മേരെ 28 കുറച്ച് ഗുണ്ടായിസ് ഉണ്ടെന്ന് എന്തും ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞാണല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. ഇവിടെ ഹേമ കമ്മിറ്റി ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല. റേപ്പ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. ഞാൻ ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന പ്രശ്നമുള്ളൂ. നീ ഇമോഷണൽ ആവരുത്. എന്നാൽ കല്യാണം ഒരു ആക്ടറിന്റെ മകന്റെ കല്യാണത്തിന് ഒരു ഉടുപ്പുമില്ല നാണമില്ലാതെ ഇക്ക കല്യാണം രസിച്ചോണ്ട് വരുന്നു. അവന്റെ ഒപ്പം സെൽഫി എടുക്കാൻ ഒന്ന് ആറി പോയിരിക്കും. ഒരു നാടകം ചെയ്ത അപ്പൊ ഡോക്ടറേറ്റ് കിട്ടും. 2 ആർമി പടത്തിൽ അഭിനയിച്ച ലെഫ്റ്റനന്റ് കേണൽ സ്ഥാനം കിട്ടും. പിന്നെ കുറെ ഇമേജ് കോൺഷ്യസ് ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര കള്ളും പെണ്ണൊന്നും ഇല്ലാത്ത. അവരല്ല ഈ ഹേമ കമ്മിറ്റി പോയിട്ട് വന്നപ്പോൾ ഭയങ്കര റെസ്പോൺസ് ചെയ്യുന്നില്ലേ, ഭയങ്കര നീറ്റ് ഇമേജ് ഉള്ളവരാണ്. നന്ദു ചേട്ടനെ കണ്ടപ്പോ നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ അതിനിച്ചിരി പുളിക്കും. ഇത് ആമ്പിള്ളേർ നേരത്തെ അടിച്ചളക്കിയതാ. ഈ ഇരിക്കുന്നത് ഇപ്പൊ വൈപ്പല്ല. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? Who is he? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചുള്ള ഞാൻ. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ദേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. പുള്ളി എന്ന് പിന്നെ ആളുകൾക്ക് ഷേക്ക് ഹാൻഡ്, പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? ആ സിനിമ ഇവനും കണ്ടെത്തണം തോന്നുന്നു. നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവര് എത്രയോ ഫോണുകള് ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. ആരേ മോളെ? കുറെ പ്രാവശ്യം ഒരുത്തൻ റോങ് നമ്പർ ആണെന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്.
ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവർ എത്രയോ ഫോണുകൾ പിന്നെ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, നിന്റെ ഈ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം, അതിലെ ഗേൾസ് വീഴൂ. ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവന്റെ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? എല്ലാം കണക്കാ, എല്ലാത്തിന്റെ പരിപാടി ഇതാ. ആറാത്രം ചെയ്യിക്കാനും കൊടുത്തേ പ്രശ്നമുള്ളൂ. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പോവും, പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കഷ്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും.